എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്ന വീട് വന്നിരിക്കുന്നത്. പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്താണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും തൃപ്പൂണിത്തുറയ്ക്കും ആലുവയ്ക്കും എടപ്പള്ളിക്കും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ജംഗ്ഷൻ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഈ വീട്ടിലേക്ക് അവൈലബിൾ ആണ്. അപ്പം 3 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1550 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 BHK ആണ്. വെൽ വാട്ടർ വരുന്നുണ്ട്. ഒരു വാഹനം പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പോർച്ചിനകത്ത് ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിലാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. മനോഹരമായിട്ടുള്ളൊരു ബോക്സ് ഡിസൈൻ എലവേഷനാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ മതിലിൻ്റെ ഡിസൈനിലും വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേണാണ് ചെയ്തിരിക്കുന്നത്. CNC കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 പില്ലറിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. പൂർണ്ണമായിട്ടും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഈ ഭാഗം സൗത്ത് സൈഡാണ്. ഇവിടെയും നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് വരാം. അപ്പം വീടിൻ്റെ മുഖം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. ഇപ്പോൾ നമ്മൾ കിഴക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെയായിട്ട് 2 ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. KW വാട്ടർ കണക്ഷൻ്റെ പ്രൊവിഷനും വെല്ലും അവൈലബിൾ ആണ്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ്. കിണർ വരുന്നുണ്ട്. അപ്പം ഫ്രണ്ടിലായിട്ട് ധാരാളം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കോർട്ട്യാർഡും മറ്റുമൊക്കെ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് നേരെ കോമ്പൗണ്ടിനകത്ത് നിന്നും വീട്ടിലേക്കാണ് കയറുന്നത്. സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഗ്രാനൈറ്റിലാണ്. ഇരുവശങ്ങളിലായിട്ട് പില്ലറിൽ ടെക്സ്ചർ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറാം. 2 പീസ് ഡോറാണ് വന്നിരിക്കുന്നത്. സൗത്തിലേക്കാണ് ഡോറിൻ്റെ ഫേസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ് നിൽക്കുന്നത്. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് കോർണർ സോഫ സെറ്റിയൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് വലുപ്പമുള്ള വിൻഡോസാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ TV സ്പേസ് വന്നിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് കവറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് കണ്ടു. ഇനി നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഓപ്പൺ കിച്ചണായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് സ്പേസ് ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. മേലെ പെർഗോളാസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നൊരു ഡൈനിങ്ങിൽ നിന്നൊരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് നോർത്ത് സൈഡാണ്. നോർത്തിലേക്ക് തുറക്കാവുന്ന രീതിയിലൊരു ഓപ്പണിങ്ങും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ സൈഡ് ടേബിൾ വിത്ത് കൗണ്ടർ വാഷ് ബേസും വന്നിരിക്കുന്നത്. സെറയുടെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയൊരു മിററും ലൈറ്റും ഒക്കെ വരാനുണ്ട്. ഇവിടെ സൈഡ് ടേബിൾ കിട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മേലൊരു ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ കൊടുക്കാം. സ്റ്റെയറിനടി ഒരു ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ കിച്ചണാണ് നമ്മൾ പറഞ്ഞു. ഇവിടെയായിട്ടാണ് നമുക്ക് അതിന് കൗണ്ടർ കിട്ടിയിട്ടുള്ളത്. ഭംഗിയായിട്ടാണ് കവറിങ് ഒക്കെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് കോക്കറി ഷെൽഫും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെയർ ഈസി ആയിട്ട് ഇടാനൊരു സ്പേസും നമുക്ക് ഇവിടെയുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ കിച്ചൺ വന്നിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് ഹുഡും ഹൂബും ഒക്കെ വയ്ക്കാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വശങ്ങളെല്ലാം പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. വലിയൊരു ഫ്രിഡ്ജാണെങ്കിൽ ഈ സ്പേസിൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാം. ഇത് കൂടാതെ 2 ടാപ്പ് വരുന്നുണ്ട്. ഇവിടെ ക്വാളിറ്റിയുള്ള സിങ്കും വന്നിട്ടുണ്ട്. നമുക്ക് നോർത്തിലേക്ക് തുറക്കാവുന്ന രീതിയിൽ ഡോറും വന്നിരിക്കുകയാണ്. ഇത്രയാണ് കിച്ചൻ്റെ കാഴ്ചകൾ. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. സൗത്ത് വെസ്റ്റിൽ തന്നെയാണ് ഇതിൻ്റെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 12.5 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുള്ള ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും വന്നിട്ടുണ്ട്. AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വലിപ്പമുള്ള കബോർഡുകൾ തന്നെയാണ് ഇതിന് കേട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് വന്നിരിക്കുന്നത്. സോപ്പ് ട്രേയും കാര്യങ്ങളൊക്കെ ഒരു വശത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ടവൽ ട്രാഡും വരുന്നുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഇനി ഇതിന് ഡോറിൻ്റെ വർക്കും കൂടി പെൻഡിങ് ഉണ്ട്. ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം മരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അപ്പർ ലിവിങ്ങിലേക്ക് പോവാം. അപ്പർ ലിവിങ്ങിലേക്ക് കയറുന്ന സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് തന്നെ ഗ്രാനൈറ്റിലാണ്. പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്.
സ്ക്വയർ ട്യൂബിൽ വുഡാണ് പൊതിഞ്ഞിട്ടുള്ളത്. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് കയറുമ്പോൾ ഇരുവശങ്ങളിലായിട്ട് ഒന്ന് സ്റ്റെയറിൻ്റെ സ്പേസ് വരുന്ന ഡബിൾ ഹൈറ്റ് വരുന്നുണ്ട്. ഇത് കൂടാതെ ഡൈനിങ് ഏരിയയുടെ മേലെ വരുന്ന ഡബിൾ ഹൈറ്റുമാണ്. അപ്പോൾ സ്റ്റെയറിൻ്റെ സ്പേസിലായിട്ട് ഭംഗിയായിട്ട് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് വരുന്ന ഡൈനിങ്ങിൻ്റെ മേലെയായിട്ട് പെർഗോളാസും വരുന്നുണ്ട്. പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നാച്ചുറലായിട്ട് ഭംഗിയായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലാണ്. ഇങ്ങനെ നമുക്ക് സോഫ സെറ്റ് ഇടാവുന്നതാണ്. ഇവിടെയും ടി വി സ്പേസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ സ്ലൈഡിങ് വിൻഡോസുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ചെറിയൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡിലെല്ലാം ചെയ്തിരിക്കുന്നത്. ഫൈബർ ലാമിനേഷൻ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നേരെ മേലേക്ക് കയറാവുന്നതാണ്. ഹാൻഡിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസ് യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ടി വി സ്പേസ് നമുക്ക് താഴെ മാത്രമല്ല അപ്പർ ലിവിങ് സ്പേസിലും കിട്ടിയിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് പോവാം. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നല്ല കബോർഡ് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. 14 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്നതുകൊണ്ട് തന്നെ വലിപ്പമുള്ള വിൻഡോസുകളാണ് ഇവിടെ വന്നുള്ളത്. ഇതും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് വരുന്നുണ്ട്. ഡൈവേർട്ടർ, റെയിൻ ഷവർ, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ വിത്ത് ഗ്ലോസിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ്. മേലെ ഫൈബർ ലാമിനേഷൻ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഫ്രണ്ടിൽ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഊഞ്ഞാലും മറ്റുമൊക്കെ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. നല്ലൊരു ബാൽക്കണി നമുക്ക് ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മനോഹരമായുള്ള വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ടും എടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ മാത്രം ദൂരത്തിലുമായിട്ടാണ് ഈ വീട് വന്നിരിക്കുന്നത്. 3 സെൻറ്റാണ് ലാൻഡ് ഏരിയ വരുന്നത്. 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. താഴെ 1 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമും വിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. കിച്ചനോട് ചേർന്ന് തന്നെ നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് താഴെ ഒരു യൂട്ടിലിറ്റി കം വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് മാത്രമല്ല എടപ്പള്ളിയിലേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് ഈ വീട് വന്നിരിക്കുന്നത്. 68 ലക്ഷം രൂപയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.